ഒരു ഗ്രോത്ത് ഫേസിൽ നിൽക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് നിങ്ങളുടേതെങ്കിൽ ഈ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഉണ്ട് എന്ന് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക. ഒന്നാമത്തത്, നിങ്ങളുടെ ഒരു പ്രഡിക്റ്റഡ് എക്സ്പെൻസ് പീരീഡ്. ഇപ്പം 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ ഇന്ന എക്സ്പെൻസുകൾ, 5 തൊട്ട് 10 വരെ ഇന്ന എക്സ്പെൻസുകൾ, 15-ാം തീയതിക്ക് ശേഷം ഇന്ന എക്സ്പെൻസുകൾ, അങ്ങനെ മൾട്ടിപ്പിൾ എക്സ്പെൻസുകൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു പ്രഡിക്റ്റഡ് ടൈം പീരീഡുകൾ നിങ്ങൾ സെറ്റ് ചെയ്യാം. 2, എംപ്ലോയീസിന്റെ പ്രൊമോഷൻസ്, ഇൻസെന്റീവ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സും ക്രൈറ്റീരിയ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റുകളും ഓർഗനൈസേഷനിലുണ്ട് എന്ന് മേക്ക് ഷുവർ ചെയ്യാം. ടാർഗറ്റ് അച്ചീവ് ആവാത്ത പക്ഷം സാലറി കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ സാലറി കട്ട് ചെയ്യുക, ഹോൾഡ് ചെയ്യുക, അത്തരത്തിലുള്ള അൺഎത്തിക്കലായിട്ടുള്ള ഫോർമാലിറ്റീസും ഓർഗനൈസേഷൻസിൽ നിന്ന് കംപ്ലീറ്റ് എടുത്ത് മാറ്റുക. ഇയർലി അപ്രൈസൽ സൈക്കിൾസ്, നമ്മുടെ ഓർഗനൈസേഷനിലുള്ള കംപ്ലീറ്റ് എംപ്ലോയീസിനും ഇയർലി അപ്രൈസൽസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിന് പ്രോപ്പറായിട്ടുള്ള സിസ്റ്റംസും റിവ്യൂ സിസ്റ്റംസും ക്ലിയർ ചെയ്യുക. ക്യാഷ് ഫ്ലോ ഇഷ്യൂസോ അതല്ലാന്നുണ്ടെങ്കിൽ പെർഫോമൻസ് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഫീഡ്ബാക്ക് സിസ്റ്റം, അതുപോലെ തന്നെ കോച്ചിങ്, വാർണിംഗ്, പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് പ്ലാൻ, ഇങ്ങനെ A to Z സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും വ്യക്തമായിട്ടുള്ള ഒരു പ്രൊസീജിയർ നിങ്ങളുടെ ഓർഗനൈസേഷനിലുണ്ട് എന്ന് മേക്ക് ഷുവർ ചെയ്യാം. പെർഫോമൻസ് അപ്രൈസൽസ് കൊടുക്കുന്നതിന് വേണ്ടുന്ന സ്റ്റാൻഡേർഡ്സ് ക്ലിയർ ചെയ്യുക. അവരുടെ പെർഫോമൻസ് എക്സ്പെക്റ്റഡ് എന്താണെന്ന് കൃത്യമായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇൻ റിട്ടേൺ ആയിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവരുടെ റിവാർഡ്സ് എന്തൊക്കെയായിരിക്കും എന്നവരെ കൃത്യമായിട്ട് ബോധിപ്പിക്കുക. അവരുടെ കോമ്പൻസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ക്ലാരിറ്റിയോട് കൂടിയിട്ട് എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക.